എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? മെക്കാനിക് എന്നും കേട്ടിട്ടുണ്ട്. മെക്കാനിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതെന്ന് പറയുന്നത് ഈ മെക്കാനിക്സ് എന്നുള്ളത് എന്താണ്? ഒരു ഫിസിക്കൽ സയൻസ് ആണ്. ഓക്കെ, എന്താണ്? ഒരു ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിസിക്കൽ സയൻസ് ഡീൽസ് വിത്ത് ഫിസിക്കൽ ഫിനോമിന. ഒരു ഫിസിക്കൽ ഫിനോമിനയുമായിട്ട് ഡീൽ ചെയ്തിരിക്കുന്ന ഒരു ഫിസിക്കൽ സയൻസ് ആണ് എന്ത്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത് എന്തായിരിക്കും? കണ്ടീഷൻസ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ബോഡീസ് അണ്ടർ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. ഓക്കെ, അപ്പം ഒരു ബോഡി റെസ്റ്റിലിരിക്കുക അല്ലെങ്കിൽ അത് മോഷനിലാവുക, അപ്പം അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ പറ്റിയിട്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആ ഫോഴ്സിൻ്റെ എഫക്റ്റുകൾ അതൊക്കെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം മെക്കാനിക്സിനെ നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത സെമ്മുകളിലൊക്കെ പേപ്പർ ഉണ്ട്. ഓക്കെ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഉണ്ട്, MOS, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ബോഡീസ് ഉണ്ട്? 2 ടൈപ്പ് ഓഫ് ബോഡീസ് ഉണ്ട്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമ്മൾ മെയിൻലി 2 ടൈപ്പ് ഓഫ് ബോഡീസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ? റിജിഡ് ബോഡീസ്. റിജിഡ് ബോഡീസ് എന്ന് പറയുമ്പോൾ എന്താ? ബോഡി ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ് സൈസ് ഓർ ഷേപ്പ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് മാറുന്നില്ല. അങ്ങനെയുള്ള ബോഡീസിനെ നമ്മൾ എന്താ പറയുന്നത്? റിജിഡ് ബോഡീസ് എന്നാണ് പറയുന്നത്. ഡിഫോമബിൾ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ സൈസ് മാറുന്നുണ്ട്, ഡിഫോമബിൾ ബോഡീസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിൽ S3 അല്ലെങ്കിൽ തേർഡ് സെമിസ്റ്ററിൽ S3 നമ്മൾ എന്ത് പഠിക്കും? ഈ ഡിഫോമബിൾ ബോഡീസിൻ്റെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നൊരു ടോപ്പിക്ക് പഠിക്കും. ഓക്കെ, MOS എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട്, അതിലായിരിക്കും നിങ്ങൾ മെയിൻലി ഡിഫോമബിൾ ബോഡീസിനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ഈ റിജിഡ് ബോഡീസിൻ്റെ എന്താണ് സ്റ്റഡീസിനെ തന്നെ നമുക്ക് സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ് എന്ന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഡൈനാമിക്സിൽ തന്നെ കൈനറ്റിക്സ്, കൈനമാറ്റിക്സ് എന്ന് തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞല്ലേ? സ്റ്റാറ്റിക്സ് എന്താ? സ്റ്റാറ്റിക്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലേ? ബ്രാഞ്ച് ഓഫ് റിജിഡ് ബോഡി മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ഫോഴ്സസ് ആൻഡ് എഫക്ട്സ് ഓഫ് ബോഡീസ് അറ്റ് റെസ്റ്റ്. അതിനാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റിജിഡ് ബോഡി മെക്കാനിക്സിന്റെ ഒരു പാർട്ടാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിക്സിൽ മെയിൻലി എന്താണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? ഫോഴ്സസ് ആൻഡ് എഫക്ട്സ് ഓഫ് ബോഡീസ് അറ്റ് റെസ്റ്റ്. അപ്പം നമ്മുടെ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് അവൻ റെസ്റ്റിൽ തന്നെയാണ്. അങ്ങനെയുള്ള ബോഡീസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് റിജിഡ് ബോഡി മെക്കാനിക്സ്. എന്തുമായിട്ട് ഇത് ഡീൽ ചെയ്യുന്നത്? വിച്ച് ഡീൽസ് വിത്ത് ഫോഴ്സസ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഓൺ ബോഡീസ് ഇൻ മോഷൻ. ബോഡി എന്തിലാണ്? ബോഡി റെസ്റ്റ് അല്ല, ബോഡി മോഷനിലാണ്. ഓക്കെ, മോഷനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എന്ത്? ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഡൈനാമിക്സും നിങ്ങൾക്കൊരു സബ്ജക്റ്റ് ആയിട്ട് നെക്സ്റ്റ് സെമിസ്റ്ററിൽ മെയിൻലി മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്ക് ഡൈനാമിക്സിൻ്റെ കുറച്ച് പോർഷൻ എന്താണ് നമ്മൾ സ്ട്രക്ചർ അനാലിസിസിൻ്റെ ഒക്കെ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡൈനാമിക്സ്. ഡൈനാമിക്സിനെ തന്നെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞല്ലേ? ഒന്ന് എന്തായിരുന്നു? കൈനമാറ്റിക്സ്. അടുത്ത എന്താണ്? കൈനറ്റിക്സ്. അപ്പോൾ ഈ കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ? കൈനമാറ്റിക്സ് എന്ന് പറയുമ്പം സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ബോഡി. ഇത് മോഷൻ ഓഫ് ബോഡീസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. വിത്തൗട്ട് റെഫറൻസ് ടു ദ ഫോഴ്സസ് വിച്ച് ഐദർ കോസ് ദ മോഷൻ ഓർ ജനറേറ്റഡ് ബിക്കോസ് ഓഫ് മോഷൻ. അതായത് എന്താണ്? ഒരു ഫോഴ്സ് ഉണ്ട്, നമുക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഫോഴ്സിൻ്റെ എഫക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. മനസ്സിലായോ? ഫോഴ്സിൻ്റെ എഫക്റ്റിനെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ ആ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സിന് എന്താ പറയുന്നത്? കൈനമാറ്റിക്സ്. ഓക്കെ, ഇനി അടുത്ത എന്താ? കൈനറ്റിക്സ്. കൈനറ്റിക് എന്നിട്ടില്ലേ? കൈനറ്റിക് ഹോണ്ട എന്നൊക്കെ കേട്ടില്ലേ? അപ്പോൾ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോഷൻ ആൻഡ് കറസ്പോണ്ടിങ് ഫോഴ്സസ് വിച്ച് കോസ് ദ മോഷൻ. എനിക്കൊരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഫോഴ്സിനെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫോഴ്സിനെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ കൈനമാറ്റിക്സ്, ഫോഴ്സിനെ കൺസിഡർ ചെയ്ത കൈനറ്റിക്സ്. അപ്പോൾ കൈനറ്റിക് ഹോണ്ടയുടെ കാര്യം ഓർത്താൽ മതി, തെറ്റിപ്പോണ്ടിരിക്കുക. അപ്പോൾ കൈനറ്റിക് ഹോണ്ടയിലെ ഹോണ്ട ആക്റ്റീവയിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആക്സലറേഷൻ കൊടുക്കും, ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ വെഹിക്കിൾ മൂവ് ചെയ്യും അല്ലേ? അപ്പം കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോഴ്സിനെ കൺസിഡർ ചെയ്യും. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സിനെ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താണ്? ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. അടുത്തത് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്. അടുത്തത് ക്വാണ്ടം ഓർ വേവ് മെക്കാനിക്സ്. ഇങ്ങനെ 3ആയിട്ട് മെക്കാനിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണെന്ന് നോക്കാം.
ആദ്യത്തേത് ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ഐസക് ന്യൂട്ടന്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിലാണെങ്കിൽ നമ്മൾ എന്താ, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ മോഷൻ ഓഫ് ഒബ്ജക്ട്സ് യൂസിങ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പൊ ന്യൂട്ടന്റെ ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസിനെയൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു മോഷൻ, ഒരു റിജിഡ് ബോഡിയുടെ മോഷനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ സ്പീഡ് ലൈറ്റിന്റെ സ്പീഡിനേക്കാൾ കുറവാണെങ്കിൽ, ഓക്കെ, ലൈറ്റിന്റെ സ്പീഡിനേക്കാൾ കുറവിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലൊക്കെ ആണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് ആണ് എന്ത്, ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്. റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിൽ ഒബ്ജക്ട്സ് മൂവിങ് അറ്റ് സ്പീഡ് ക്ലോസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്പീഡിൽ അല്ലെങ്കിൽ എന്താണ്, ആ ഒരു സ്പീഡിൽ മൂവ് ചെയ്യുന്ന, ലൈറ്റിന്റെ സ്പീഡിനോട് ക്ലോസ് ആയിട്ട് മൂവ് ചെയ്യുന്ന, ആ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എന്ത്, റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിലേറ്റിവിറ്റി, തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? തിയറി ഓഫ് റിലേറ്റിവിറ്റി ആരാണ് കൊണ്ടുവന്നത്? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നുള്ള സയന്റിസ്റ്റാണ് കൊണ്ടുവന്നത്. അപ്പം ഈ ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി ബേസ് ചെയ്തിട്ടാണ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിന്റെ സ്റ്റഡീസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇനി ഈ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് നമുക്ക് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ആസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സിന്റെ ഒക്കെ ബിഹേവിയറിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതാണ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ബ്രാഞ്ച് നോക്കാം. അടുത്തതാണ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ വേവ് മെക്കാനിക്സ്. ക്വാണ്ടം, വേവ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ +2 എന്തായിരുന്നു? ഡിസ്ക്രൈബ്സ് ദ ബിഹേവിയർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് അറ്റോമിക് അല്ലെങ്കിൽ സബ് അറ്റോമിക് ലെവൽ. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് ആണ് എന്ത്, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അറ്റോമിക് ലെവൽ അല്ലെങ്കിൽ സബ് അറ്റോമിക് ലെവൽ, അറ്റോമിക് ലെവൽസിലുള്ള ആറ്റംസ്, ഹൈഡ്രജൻ അതുപോലെ ഉള്ള ആറ്റംസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ആറ്റത്തിനകത്ത് വരുന്ന സബ് അറ്റോമിക് ലെവൽ, ആറ്റത്തിന് വരുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ലെവലിൽ വരുന്ന മെക്കാനിക്സ് ആണ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ വേവ് മെക്കാനിക്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മുടെ പാർട്ടിക്കിളിന്റെ വേവ് നേച്ചർ, ഒരു പാർട്ടിക്കിളിന് ഡ്യുവൽ നേച്ചർ ആണ് നമ്മൾ പറയുന്നത് അല്ലേ? പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ്, നമുക്ക് ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് പാർട്ടിക്കിൾസ് ലൈക്ക് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി വെയർ പാർട്ടിക്കിൾസ് എക്സിബിറ്റ് ബോത്ത് എന്താണ്, വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം വേവ് പ്രോപ്പർട്ടിയും പാർട്ടിക്കിൾ പ്രോപ്പർട്ടിയും കാണിക്കുന്ന എന്താ നമ്മുടെ ആറ്റംസിൽ, അറ്റോമിക് അല്ലെങ്കിൽ സബ് അറ്റോമിക് ലെവലിലുള്ള പാർട്ടിക്കിൾസിനെ പറ്റിയുള്ള സ്റ്റഡീസ് ആണ് എന്തിൽ വരുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ വേവ് മെക്കാനിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് ഏകദേശം ഇത്രയാണ് വരുന്നത്. എന്താണ്, നമ്മുടെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മെക്കാനിക്സിനെ പറ്റിയിട്ട്, മെക്കാനിക്സിന്റെ. ഓക്കെ, അപ്പം നമുക്ക് മെക്കാനിക്സിന്റെ ബ്രാഞ്ചസിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയല്ലോ. 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ പഠിച്ചു മെക്കാനിക്സിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഉണ്ട്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ തന്നെ നമ്മൾ റിജിഡ് ബോഡി മെക്കാനിക്സ് ഉണ്ട്, പിന്നെന്താണ് ഡീഫോമബിൾ ബോഡീസിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ റിജിഡ് ബോഡി മെക്കാനിക്സിനെ തന്നെ നമുക്ക് സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ് എന്ന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്. ഈ ഡൈനാമിക്സിനെ തന്നെ നമ്മൾ കൈനറ്റിക്സ്, കൈനമാറ്റിക്സ്, ഓക്കെ, അങ്ങനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും നമ്മൾ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ വേറെ 3 ടൈപ്പ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, പിന്നെന്തായിരുന്നു റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്, മൂന്നാമത്തെ എന്തായിരുന്നു ക്വാണ്ടം അല്ലെങ്കിൽ വേവ് മെക്കാനിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്സാമിന് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനും നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.